ഹായ് ഗായ്സ്, ഇന്നൊരു ലീവ് ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് എൻ്റെ ഏട്ടൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. കൃഷ്ണ ഇവിടെ ഇല്ലാത്ത കാരണം ഏട്ടൻ്റെ റൂം ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ തുണിയൊക്കെ മടക്കിക്കാണ്ട് അപ്പം എൻ്റെ റൂമിൽ കുറേ പണിയുണ്ട്. അപ്പോൾ എന്നും നമ്മളിങ്ങനെ അടിച്ചു വരുന്നല്ലാതെ നമ്മൾ അരും മൂലയൊക്കെ തട്ടിയിട്ട് ക്ലീൻ ചെയ്യൽ കുറവാണ്. അപ്പോൾ ജനലൊക്കെ നല്ലപോലെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് നീറ്റാക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ പോകാം. കുറച്ച് ദിവസമായിട്ട് വയ്യാത്തത് കൊണ്ട് റൂമിൻ്റെ അവസ്ഥ ആകെ പരിതാപകരമാണ്. ജനൽ മൊത്തം പൊടി പിടിച്ച് ഇവിടെയൊക്കെ മാറാനുണ്ട്. ഫാനിൻ്റെ ഒക്കെ പൊടിയുണ്ട്. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം. ഈ കീബോർഡ് വാങ്ങിയ പിന്നെ ഇതിൽ ബാറ്ററി ഇട്ടിട്ടില്ല. കീബോർഡ് നല്ല ലാപ്ടോപ്പ് വാങ്ങിയ പിന്നെ ഇതിൽ ഇട്ടിട്ടില്ല. അതായത് യൂസ് ചെയ്യാനേ പറ്റില്ല. ഇതെന്നാണ് അവൾ നാശമായിട്ട് പോവുക. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. ഞാൻ നല്ല യൂസ് ആവുന്ന ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നതല്ല. ലാപ്ടോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ബെഡിൽ കിടന്നിട്ട് യൂസ് ചെയ്യും. അതല്ലാതെ എനിക്ക് കുറവാട്ടോ. 100 അങ്ങനെ എന്തോട്ടും നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ യൂസ് ചെയ്യാത്ത തന്നെ സ്റ്റേറ്റ്. പക്ഷെ നല്ല ഈ ചെറിയ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എഴുതാനൊക്കെ ആയിട്ട് ഡെൽറ്റൊക്കെ ഇരുന്ന് എഴുതാനായിട്ട് നല്ല സാധനമാണ്. ഇവിടെ ഒരു പെണ്ണ് വയ്ക്കുന്ന ഹോൾസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫോണോ ഒക്കെ യൂസ് ചെയ്യാൻ ഇവിടെ നമുക്ക് വെള്ളമൊക്കെ വയ്ക്കാം. കുപ്പി എന്നൊക്കെ പിന്നെ അതേപോലെ തന്നെ ഉണ്ടാവും ഈ സാധനം. ഇവിടെ നമുക്ക് യൂസ് സൈഡിലുള്ളതാണ്. പിന്നെ ഇത് കാണുന്നത് ലൈറ്റ് ഇതിൻ്റെ സ്റ്റാൻഡാണ്. പറ്റിപ്പോയി. ഞാനിത് കുട്ടിയോണ്ട് ഇവിടെ ബാക്കിൽ ജനലും കെട്ടി വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ജനലിൽ ഞാനത് കെട്ടി തൽക്കാലം അത് കെട്ടി വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. പൊട്ടിപ്പോയിണ്ടായിരുന്നു. ഭയങ്കര പൊടിയാണ് കേട്ടോ. എത്ര ക്ലീൻ ചെയ്താലും ഇതന്നെയായിട്ട് അവസ്ഥ. ഇവിടെ നോർമലി നല്ല പൊടിയുള്ള സ്ഥലമാണ്. എത്ര അടച്ചിട്ടാലും ഭയങ്കര പൊടിയാണ്. അത് നമ്മൾ മാസത്തിലൊക്കെ ഒരു വട്ടം ഇങ്ങനെ ഡീപ് ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നല്ല പൊടി പറഞ്ഞത്. നല്ല പൊടിയാണ് കേട്ടോ. ഇവിടെയുണ്ട് നമുക്ക് മാസ്ക് വയ്ക്കാതെ എന്നാൽ ശരിയാവും. അപ്പം ഞാൻ മാസ്ക് വയ്ക്കും. മാസ്ക് വെച്ചു കേട്ടോ. മാസ്ക് കൊണ്ട് എപ്പോഴും എനിക്ക് സ്റ്റോക്ക് ഉണ്ടാവും. അതുകൊണ്ട് കുഴപ്പമില്ല. എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിച്ചിരിക്കാം മാസ്ക്. ഈ ഫാന് അടിക്കണമെങ്കിൽ ഉണ്ടോ നല്ല പണിയാണ്. നല്ല പൊടിയുണ്ട്. അപ്പോൾ എന്തായാലും പണി കിട്ടും. അതൊരു മാസ്ക് വെച്ചു. ഇത് ഓൾറെഡി ഒന്നുകൂടെ പൊടി തട്ടി കൊടുക്കാൻ ഞാൻ തുണി വെച്ചിട്ട് ഓൾറെഡി തട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തട്ടി കൊടുത്തിട്ട് പോകും. വഴി കയറാൻ പോവാണെങ്കിൽ വീഴുമെന്ന് എനിക്കറിയില്ല. വെള്ളത്തിട്ടുണ്ട്. വെള്ളം നോക്കിത്തോളാം.
ഇത് എൻ്റെ ഡിഗ്രി പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഒരു ബർത്ത്ഡേയിൽ തന്നെയാണ്. അഞ്ചു സുലു നിസി ഞങ്ങൾ തന്നെ കമ്പനി അവരാണ് പറയുന്നത്. ഇത് വാങ്ങിച്ചത് എൻ്റെ ഇപ്രാവശ്യം കഴിഞ്ഞ, അതായത് 2024 എൻ്റെ ബർത്ത്ഡേക്ക് നാത്തൂന് ഗിഫ്റ്റ് തന്നതാണ്. സുന്ദര വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഡിഗ്രി ലൈഫിൽ എനിക്ക് ഫസ്റ്റ് ഇയറിൽ എൻ്റെ ഒരു ഫ്രണ്ട് മെഹറൂഫ, അവളെനിക്ക് ഗിഫ്റ്റ് തന്നു കേട്ടോ. ഇതാണ് മെഹറൂഫ, എൻ്റെ ബർത്ത്ഡേക്ക് തന്നതാണ്. ഞാൻ അവളുടെ മെയിൻ ക്യാരക്ടേഴ്സ് ഇട്ട് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഗേൾസ് കുറവായിരുന്നു. ഒരു 10 ഗേൾസ് 12 ഗേൾസ് അത്രയുണ്ടായിരുന്നു. ബാക്കി മൊത്തം ബോയ്സ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഓണ സെലിബ്രേഷൻ എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. ഇഷ്ടപ്പെട്ടു. ഇത് ക്ലാസ്സാണ്, ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര അവളെ എനിക്ക് തന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഇതൊക്കെ പെട്ടെന്ന് നല്ലപോലെ കൂടി പോകും. 10 കിലോയാകുമ്പോൾ മുടിയൊക്കെ അതിന് പിന്നെ ഈ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും പോയിട്ടുണ്ട്. ഇത് മെയിനായിട്ട് ഈ ഫാനിൽ നിന്നാണ് ഇത്രയും കറുത്ത പൊടി വന്നത്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, വൃത്തിയായി. 2 റൂമും ഹോളൊക്കെ വൃത്തിയാക്കി, പുറത്തൊക്കെ വൃത്തിയാക്കി നീറ്റാക്കിയിട്ടുണ്ട്. നല്ല കുഴഞ്ഞു കേട്ടോ, കാരണം നിറയെ പണിയെടുത്തു. അപ്പുറത്തെ റൂമിലാണെങ്കിലും കുറേ തുണിയൊക്കെ മടക്കി വയ്ക്കാൻ അലമാറ മൊത്തം ക്ലീൻ ചെയ്തു. പിന്നെ കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടു കേട്ടോ. ഫോണിൽ ചാർജ് കഴിഞ്ഞു. അപ്പോൾ കൃഷ്ണ വിളിച്ചു. അപ്പോൾ കുറേ നേരം അവളുടെ അടുത്ത് സംസാരിച്ചു. വീഡിയോ കോൾ ഉണ്ടായിരുന്നു. കുറേ നേരം അവിടെ സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പണിയൊക്കെ ഇങ്ങനെ സംസാരിച്ചതിൻ്റെ ഒപ്പം ഇതൊക്കെ പണിയൊക്കെ തീർത്തപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റും. എൻ്റെ ഫോണിലുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയും വന്നു കേട്ടോ. മടക്കി വയ്ക്കാൻ തുണി കുറേ മടക്കി വയ്ക്കാനുണ്ട്. അപ്പം അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. എന്തായാലും കുറേ പണിയെടുത്ത് ക്ഷീണിച്ചു. അപ്പം ഞാൻ എന്തായാലും കുളിച്ചു, കാരണം നിറയെ പൊടി അടിച്ചതല്ല. അപ്പോൾ ഇനി കുളിച്ചിട്ടില്ലെങ്കിൽ തുമ്മണ്ട വിചാരിച്ചാൽ ഞാൻ നല്ല വൃത്തിയായിട്ട് കുളിച്ചു. അപ്പോൾ ഇനി കൃഷ്ണടത്തേക്ക് പോകാൻ നിൽക്കണം. അപ്പം അതിന് മുന്നേ നമ്മൾ വൃത്തിയാക്കിയ കാണിക്കണ്ടേ, അപ്പം ഞാനത് കാണിക്കട്ടോ. നല്ല വൃത്തിയാക്കി കേട്ടോ. എല്ലാത്തും ബെഡ്ഷീറ്റൊക്കെ മാറ്റി ക്ലീനാക്കി. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണോ. കട്ടിൽ ആദ്യം ആ സൈഡിൽ കിടക്കും, പിന്നെ അവിടെ ഞാൻ ഈ സൈഡ് കിടും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഞാൻ ഓൺ ചെയ്ത് വന്നിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ സൈഡ് കിട്ടും. പക്ഷേ ഇവിടെ എനിക്ക് ബുദ്ധിമുട്ടാണ്. റെഡി ആവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. എത്ര സ്പേസ് കിട്ടുള്ളൂ റെഡി ആവാൻ. ബുദ്ധിമുട്ടാണ്. പക്ഷേ കുറച്ച് ദിവസം ഇങ്ങനെ കിടക്കട്ടെ, ഇത് ഇഷ്ടം. ഇടയ്ക്കിടയ്ക്ക് മാറ്റം, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. ഞാൻ 10 റൂമും നീറ്റാക്കി ക്ലീനാക്കി. ഇവിടെയൊക്കെ കണ്ണാടിയൊക്കെ തുടച്ചിട്ടൊക്കെ ചെറിയ റൂമാണ്, പക്ഷേ എല്ലാം നീറ്റാക്കി വെച്ചു. ഇതിപ്പോൾ തുണി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഫാനിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ മൊത്തം കൂടെ പോയിട്ടുണ്ടാവും. പഠിക്ക്. അപ്പോൾ 2 റൂമും അടിപൊളിയായിട്ട് വൃത്തിയാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം. അറിയാം, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റണം. ഞാൻ എൻ്റെ റൂമായിട്ടോ മാറ്റാം. അപ്പുറത്ത് അവരല്ലേ മാറ്റേണ്ട, ഏട്ടനും അവരല്ല. അപ്പോൾ അവരത് എന്താ ഇഷ്ടത്തിന് ചെയ്യും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെടും ഇവിടെടും അങ്ങനെ മാറി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര കണ്ണാടിയൊക്കെ തരുന്നുണ്ട്. അങ്ങനെ വൃത്തിയായിരിക്കും. അത് പിന്നെ ഓൾറെഡി എന്നും വൃത്തിയായിട്ടിരിക്കും. പക്ഷെ എന്നാലും ഇന്ന് ഞാൻ കൂടെ തുടച്ചു, അവിടെയൊക്കെ എല്ലാവർക്കും തുടച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ നല്ല ചെറിയ ഫാമിലിയാണ്, ഇനി വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.